ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിലെത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 8-ാം അധ്യായം 23-27 തിരുവചനങ്ങളിലൂടെ നാം ശ്രവിക്കുന്നു. ക്ഷീണിതനായ കർത്താവ് ശിഷ്യന്മാരോടൊപ്പം തോണിയിൽ യാത്ര ചെയ്യവേ തൻ്റെ കരം തലയിണയായി ഉപയോഗിച്ചുകൊണ്ട് വിശ്രമിക്കുമ്പോൾ കടൽ തിരമാലകൾ ആഞ്ഞുയർന്ന് തോണി മുങ്ങുന്നതുവരെയുള്ള അവസ്ഥയിലെത്തുമ്പോൾ ശിഷ്യന്മാർ അവിടുത്തെ സമീപിച്ച് അലറിക്കരയുന്നു, ഗുരു, നമ്മളിതാ മുങ്ങിത്താഴാൻ പോകുന്നു. അവിടുന്ന് ചോദിക്കുന്ന, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭയപ്പെട്ടതെന്തുകൊണ്ട്? ദൈവത്തിന് വിശ്രമത്തിൻ്റെ ആവശ്യമുണ്ടോ? അതെ, തൻ്റെ ഭക്തർ അലറിക്കരയുമ്പോഴും വേദനയുടെ മേഖലകളിലൂടെ നീങ്ങുമ്പോഴും ദൈവം ഒരുപക്ഷെ നിശബ്ദനായെന്ന് വന്നേക്കാം. കാരണം തന്നിലുള്ള ആഴമായ അവരുടെ വിശ്വാസവും അടുപ്പവും എങ്ങനെയെന്ന് അവിടുന്ന് പരിശോധിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ്റെ നിയന്താവായ ദൈവം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായത്തിലും 36-ാം അധ്യായത്തിലും ഒക്കെ നാം വായിക്കുന്നത്, ഈ പ്രപഞ്ചത്തിൻ്റെ കൽപ്പനകൾ അവിടുത്തെ പരിശീലിപ്പിച്ചതാര്? അതെ, തിരമാലകൾ ആഞ്ഞുയരുന്ന നമ്മുടെ ജീവിത പ്രതിസന്ധികളിൽ അവിടെ നമ്മളോട് ചോദിക്കുന്നുണ്ട്, നീ ഭയപ്പെട്ടതെന്തുകൊണ്ട്? ദൈവത്തെ ഉള്ളറിഞ്ഞ് ആഴമായി അനുഭവിച്ചറിയുന്ന ആ അവസ്ഥയിലേക്ക് കടന്നു വരാൻ അവിടെ നമ്മെ ക്ഷണിക്കുകയാണ്. അവിടുന്ന് കൂടെ ഉള്ളപ്പോൾ, അവിടുന്ന് കൂടെ ഉണ്ട് എന്നുള്ള അനുഭവത്തിലാകുമ്പോൾ നാശം സംഭവിക്കുകയില്ല. അവിടുന്ന് അറിയാതെ ഒന്നും ജീവിതത്തിൽ സംഭവിക്കുന്നുമില്ല. ദൈവം നമ്മളെ നയിക്കട്ടെ. ആമേൻ.